നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 20-ന് വീണ വിജയൻ ജയിലിലേക്കോ? കരഞ്ഞു വിളിച്ച് ഡൽഹിയിലേക്കോടി പിണറായി വിജയൻ. എക്സാലോജിക് കമ്പനി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ജയിലിലേക്ക് എന്ന വാർത്തയാണ് ബ്രേക്കിംഗ് ന്യൂസായി പുറത്തുവരുന്നത്. വീണ വിജയന്റെ എക്സാലോജിക് ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും 185 കോടി രൂപ കരിമണൽ കമ്പനിയായ CMRL നിയമവിരുദ്ധമായി നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ച നിലയ്ക്ക് അറസ്റ്റ് ഉടൻ നടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. എക്സാലോജിക്കിന് മാത്രം CMRL 1.72 കോടി രൂപ നൽകി. ഇതെല്ലാം കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ് എന്നാണ് CMLR ന്യായീകരിക്കുകയും ചെയ്യുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ കേസിൽ പുറത്തുവരുന്ന വിധി കേരള രാഷ്ട്രീയത്തെ പിടിച്ച് ഉലയ്ക്കും. പിണറായി വിജയൻ പോലും പ്രശ്നത്തിലേക്ക് പോകും. ചിലപ്പോൾ മുഖ്യമന്ത്രി കസേര തന്നെ തെറിച്ചെന്നു വരും. SFIO അഥവാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ചോദ്യം ചെയ്ത് CMRL നൽകിയ ഹർജിയിലാണ് കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കേസിൽ ഡൽഹി ഹൈക്കോടതി ജനുവരി 20-ാം തീയതി വിധി പറയുകയാണ്. ഇതിന്റെ ഭയമാണ് പിണറായി വിജയനെ ഡൽഹിയിലേക്ക് പായിച്ചിരിക്കുന്നത്. 20-ന് വിധി എത്തും മുമ്പേ മകളെ വിലങ്ങണിയിക്കാതിരിക്കാൻ ആരുടെ കാല് പിടിക്കണമെന്നറിയാതെ നെട്ടോട്ടത്തിലാണ് CM പിണറായി വിജയൻ. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന BJP അനുകൂല നേതാക്കളെ ഇതിനോടകം പിണറായി വിജയൻ സമീപിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതേസമയം നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ അഴിമതി നടന്നതായി ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ചെലവുകളെല്ലാം പെരുപ്പിച്ചു കാട്ടി CMRL അഴിമതി പണം ആ വകയിൽ ഉൾപ്പെടുത്തി തലയൂരാൻ ശ്രമിച്ചു. കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് സങ്കല്പത്തിലുള്ള അഴിമതിക്കപ്പുറമാണ് നടന്നിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് തുടർന്നും ഭീഷണിയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരണകക്ഷി നേതാക്കൾക്കും CMRL അനധികൃതമായി പണം കൈമാറിയിട്ടുണ്ട്. ചരട് നീക്കത്തിനും മാലിന്യ നീക്കത്തിനും കോടികൾ ചെലവാക്കിയെന്ന വ്യാജരേഖയും CMRL തയ്യാറാക്കിയിട്ടുണ്ട്. കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള അഴിമതിയാണ് നടന്നിരിക്കുന്നത്. നിയമമനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കാനാകുമെന്ന് ആദായ നികുതി വകുപ്പും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അന്വേഷണം പാടില്ലെന്ന വാദം നിലനിൽക്കില്ലെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. CMRLന് KSITCയുടെ ഓഹരി പങ്കാളിത്തമുള്ളതിനാൽ പൊതു താൽപര്യ പരിധിയിൽ വരുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഒരു സേവനവും നൽകാതെ തന്നെ എക്സാലോജിക്കിന് CMRL പണം നൽകിയിട്ടുണ്ടെന്ന് CMRL ഉദ്യോഗസ്ഥൻ തന്നെ ചോദ്യം ചെയ്യലിൽ SFIO മുമ്പാകെ സമ്മതിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വീണ വിജയന്റെ കയ്യിൽ വിലങ്ങുകൾ വീഴാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയെന്ന വാർത്തയാണ് തലക്കെട്ടുകളോടെ പ്രചരിക്കുന്നത്. മകൾ ഇരുമ്പഴിക്കുള്ളിലാകുമോ എന്ന ഭയമാണ് ഡൽഹിയിലെ മുട്ടാത്ത വാതിലുകൾ വരെ മുട്ടാൻ പിണറായി വിജയനെ ഇപ്പോൾ വിധേയനാക്കിയിരിക്കുന്നത്.